ഹൈ സ്റ്റുഡൻസ്, നാം ഇൻകം ടാക്സിലെ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്യുന്നത് PGBP ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ഹെഡാണ് PGBP എന്നത്. സെക്ഷൻ 28 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളാണ് PGBP ഡിസ്കസ് ചെയ്യുന്നത് എന്നും 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഏറ്റവും വലിയ ഹെഡ് PGBP ആണ് എന്നും PGBP ഹെഡിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ വൻകിട പണക്കാരും അതേപോലെ തന്നെ പ്രൊഫഷണൽസുമൊക്കെ ടാക്സ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. PGBP ബന്ധപ്പെട്ട ഹെഡിൽ ഒരു ചേഞ്ചസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫയലിംഗ് ഓഫ് റിട്ടേണിലും അതേപോലെ തന്നെ ഓഡിറ്റിങ്ങിലും ഒക്കെ എന്ത് വരും, ചേഞ്ചസ് വരും. അതുകൊണ്ട് PGBP ചേഞ്ചസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കൊച്ചു കാര്യം പറയട്ടെ. സെക്ഷൻ 139 സബ്സെക്ഷൻ 1 അനുസരിച്ചാണല്ലോ എല്ലാ അസസികളും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. റിട്ടേൺ ഫയൽ ചെയ്യാൻ നമ്മൾ പഠിച്ചത് 3 ഡേറ്റാണ്. ഒന്ന്, അക്കൗണ്ട്സ് ഓഡിറ്റ് കമ്പൽസറി അല്ലാത്ത ഇൻഡിവിജ്വൽസിനും HEFനും ജൂലൈ 31 ഓഫ് ദി അസസ്മെൻ്റ് ഇയർ. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യൽ കമ്പൽസറി അല്ല എങ്കിൽ അങ്ങനത്തെ ഇൻഡിവിജ്വൽസും HEFും ഓൺ ഓർ ബിഫോർ 31 ജൂലൈ ഓഫ് ദി അസസ്മെൻ്റ് ഇയർ. കമ്പനികൾക്കും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യൽ കമ്പൽസറി ആയവർക്കും സെപ്റ്റംബർ 30 ഓഫ് ദി അസസ്മെൻ്റ് ഇയർ ആണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും ഇന്റർനാഷണൽ ടാക്സേഷൻ്റെ ഭാഗവും വരുന്ന അസസികൾക്ക്, അത് മിക്കവാറും കമ്പനികളായിരിക്കും, അവർക്ക് നവംബർ 30 ഓഫ് ദി അസസ്മെൻ്റ് ഇയറുമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തൊക്കെ ആ ചേഞ്ചസ് എന്ന് കേട്ടോളൂ. ഒന്ന്, ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ആ പാർട്ട്ണർ ഒരു ഫേമിൻ്റെ, ആ ഫേമിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ടാക്സ് ഓഡിറ്റ് നിർബന്ധമായിരിക്കുന്ന ഒരു ഫേമിൻ്റെ പാർട്ട്ണർ, അത് മാനേജിങ് പാർട്ട്ണർ ആവട്ടെ അല്ലാത്ത സാധാ പാർട്ട്ണർ ആവട്ടെ, അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളതായിരിക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ 30 എന്നുള്ളത് ഒക്ടോബർ 31 ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്പെസിഫൈഡ് അസസി, കമ്പനികൾ അടക്കമുള്ളതായിരിക്കുന്ന സ്പെസിഫൈഡ് അസസികൾക്ക് സെപ്റ്റംബർ 30 എന്നുള്ള ഡേറ്റ് ഒക്ടോബർ 31 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ജൂലൈ 31 മാറ്റണ്ടോ? അല്ല, അതങ്ങനെ തന്നെയുണ്ട്. സെപ്റ്റംബർ 30 എന്നുള്ളത് ഒക്ടോബർ 31 ആക്കിയിട്ട് എന്ത് ചെയ്തിട്ട് മാറ്റിയിട്ട് ഉണ്ട്. അതൊരു മേജർ ചേഞ്ച് തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 140 അനുസരിച്ച് സൈനിങ് ഇൻ ദി റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേണിൽ ആരാണ് സൈൻ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വലിൻ്റെ കേസിലാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ അധികാരപ്പെടുത്തിയതായിരിക്കുന്ന ഓതറൈസ്ഡ് പേഴ്സൺ. HEFൻ്റെ കാര്യത്തിലാണെങ്കിൽ കർത്ത അല്ലെങ്കിൽ അഡൽട്ട് മെമ്പർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചിരുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാനേജിങ് പാർട്ട്ണർ അല്ലെങ്കിൽ എനി അതർ പാർട്ട്ണർ എന്നാണ്. ഇവിടെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനി അതർ പാർട്ട്ണർ മാത്രമല്ല, പേഴ്സൺസ് പ്രിസ്ക്രൈബ്ഡ് ടു ഓതറൈസ്, അല്ല പേഴ്സൺസ് ഓതറൈസ്, അതായത് ഓതറൈസ് ചെയ്തതായിരിക്കുന്ന ആൾക്കാർക്ക് അത് ഇതാവണം എന്നില്ല, പാർട്ട്ണർ ആയിക്കൊള്ളണമെന്ന് ഇല്ല. അതേപോലെ തന്നെ LLPൻ്റെ കാര്യത്തിലാണെങ്കിലും പേഴ്സൺസ് ഓതറൈസ് ചെയ്ത ആൾക്കാർ, അവർ പാർട്ട്ണർ അല്ലെങ്കിലും ശരി, അവർക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാം. ആ റിട്ടേൺ എന്ത് ചെയ്യുക, സൈൻ ചെയ്യാം. ഒന്നുകൂടെ അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ സെക്ഷൻ 140 അനുസരിച്ച് സെക്ഷൻ 140 അനുസരിച്ച് ആരാണ് റിട്ടേൺ സൈൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവിടെ പാർട്ട്ണർഷിപ്പിൻ്റെയും LLPൻ്റെയും കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒന്നുകിൽ മാനേജിങ് പാർട്ട്ണർ അതല്ലെങ്കിൽ മറ്റ് പാർട്ട്ണർ എന്നായിരുന്നു. എന്നാൽ പുതിയ ഭാഗം വന്നത് എന്താ, മറ്റ് പാർട്ട്ണർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പേഴ്സൺസ് ഓതറൈസ്ഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തതുപോലെയുള്ളതായിരിക്കുന്ന ഓതറൈസ് ചെയ്ത പേഴ്സൺ ആയാൽ സൈൻ ചെയ്യാം, അത് പാർട്ട്ണർ ആയിക്കൊള്ളണമെന്ന് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് PGBP ചേഞ്ചസിലേക്ക് പോകാം.
വെരി വെരി ഇമ്പോർട്ടൻ്റ് ചേഞ്ച് ആണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. 44AA അനുസരിച്ച് ബിസിനസ് അതേപോലെ തന്നെ പ്രൊഫഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽസിന് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് ബേസ്ഡ് സിസ്റ്റം, മെർക്കൻറ്റൈൽ ബേസ്ഡ് സിസ്റ്റം, ഹൈബ്രിഡ് സിസ്റ്റം. ബിസിനസ്സുകാർക്കാണെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിൽ മെർക്കൻറ്റൈൽ സിസ്റ്റം മാത്രമാണുള്ളത്. അതല്ല സോൾ ട്രേഡർക്കൊക്കെ ആണെങ്കിൽ 2 സിസ്റ്റം ഉണ്ടാവും. ഏതൊക്കെ? ക്യാഷ് ബേസ്ഡ് സിസ്റ്റവും മെർക്കൻറ്റൈൽ ബേസ്ഡ് സിസ്റ്റവും. ഓക്കെ, അവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, അമെൻമെൻ്റ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ സെക്ഷൻ 44AB അനുസരിച്ച് ആ അക്കൗണ്ട്സുകൾ ടാക്സ് ഓഡിറ്റിന് വിധേയമാവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1 കോടിയിൽ കൂടിയാൽ പെർ ആനം, ഒരു വർഷത്തിൽ 1 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളതായിരിക്കുന്ന എല്ലാ ബിസിനസ്സുകാരും അവരുടെ അക്കൗണ്ട്സ് ഒരു CA ക്കാരനെ കൊണ്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യിക്കണമെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അവിടെ ചെറിയ കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ഭാഷയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ 2 കോടിയിൽ കുറവ് അഗ്രിഗേറ്റ് ടേൺ ഓവർ വരുന്നവരൊക്കെ റീറ്റെയിൽ ചെറിയ കച്ചവടക്കാരായിട്ട് ഇൻകം ടാക്സ് പരിഗണിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ പറയണം, ചെറുകിട കച്ചവടക്കാരുടെ ഇടയിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ, എൻകറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നതാണ് സെക്ഷൻ 44ABയിൽ. ഒരു ബിസിനസ്സുകാരൻ്റെ അഗ്രിഗേറ്റ് ആനുവൽ റെസീറ്റ് അഥവാ ടേൺ ഓവർ 5 കോടിയിൽ കുറവാണ് എങ്കിൽ അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 44AB അനുസരിച്ച് ടാക്സ് ഓഡിറ്റ് നടത്തേണ്ടതില്ല, പ്രൊവൈഡഡ് ദാറ്റ് ടോട്ടൽ ടേൺ ഓവറിൻ്റെ, ടോട്ടൽ അഗ്രിഗേറ്റ് റെസീറ്റിൻ്റെ 5% കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് റെസീറ്റ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ 5% കൂടുതൽ ക്യാഷ് പേയ്മെൻറ്റ് ഉണ്ടാവാനും പാടില്ല. ഒന്നുകൂടെ വൺസ് അഗെയിൻ, നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് നിയമം അതാദ്യം പഠിക്കണം, എന്നാലേ നമുക്ക് അമെൻഡ്മെൻറ്റ് മനസ്സിലാവും. നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്തായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന നിയമം 44AB അനുസരിച്ച് ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ അഥവാ ഗ്രോസ് റെസീറ്റ് 1 കോടിയിൽ കൂടുതലാണ് എങ്കിൽ അവർ CA ക്കാരനെ കൊണ്ട് ടാക്സ് ഓഡിറ്റ് നടത്തിയിരിക്കണമെന്നായിരുന്നു. ഇപ്പോൾ അത് 1 കോടി എന്നുള്ളത് എത്ര കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തു? 5 കോടിയായിട്ട്, 5 crore ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറയുന്നത് 5 crore വരെ ടേൺ ഓവർ ഉള്ള ആളുകൾ CA ക്കാരനെ കൊണ്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യിക്കേണ്ട. പക്ഷേ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഗ്രോസ് റെസീറ്റ്, ടോട്ടൽ ടേൺ ഓവർ അത് 95% ഓൺലൈൻ ഡിജിറ്റൽ റെസീറ്റ് ആയിരിക്കണം. മാക്സിമം 5% വരെ മാത്രമേ ക്യാഷ് സ്വീകരിക്കാൻ പാടുള്ളൂ. എക്സാമ്പിളായിട്ട് ഒരു ബിസിനസ്സുകാരൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു വർഷത്തിന് 3 crore 3 കോടിയാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ അമെൻമെൻറ്റ് വരുന്നതിൻ്റെ മുമ്പേ ആണ് എങ്കിൽ അദ്ദേഹം മസ്റ്റായിട്ട് CA ക്കാരനെ കൊണ്ട് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യിക്കണം. എന്നാൽ അമെൻമെൻറ്റിന് ശേഷമാണ് എങ്കിൽ, അഥവാ 2020-21 ഫിനാൻഷ്യൽ ഇയർ മുതൽ അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 3 കോടിയാണ്. 3 കോടിയുടെ 5% അഥവാ 15 ലക്ഷത്തിൽ കുറവാണ് ക്യാഷ് റെസീറ്റ്സ് എങ്കിൽ, ഓക്കെ, 2,85,00,000 കിട്ടിയത് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലൂടെയാണ്. വെറും 15 ലക്ഷമോ അതിൽ കുറവോ ആണ് ക്യാഷായിട്ട് റിസീവ് ചെയ്തത് എങ്കിൽ അതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് പേയ്മെൻറ്റ് 2 crore ആണെന്ന് വിചാരിക്കും.
എന്നാൽ അതിൻ്റെ 95% അദ്ദേഹം പേയ്മെൻറ്റ് നടത്തിയത് ഡിജിറ്റൽ ഓൺലൈനായിട്ടാണ്. അതിൻ്റെ 5% അഥവാ മാക്സിമം 10 lakh വരെ മാത്രമേ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് പുതിയ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് അനുസരിച്ച് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ടാക്സ് ഓഡിറ്റ് ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് അതോറിറ്റിക്ക് സമർപ്പിക്കണം. അത് അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പ് അത് എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അഥവാ സെപ്റ്റംബർ 30 കമ്പനീൻ്റെ ഒക്കെ കേസിൽ അന്നായിരുന്നു സമർപ്പിക്കേണ്ടത് ഓഡിറ്റ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് സെപ്റ്റംബർ 30 നിന്ന് ഒക്ടോബർ 31 മാറ്റിയില്ലേ? മാറ്റി. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഇങ്ങനെയാണ് ഇപ്പം പറഞ്ഞത്: ബിഫോർ 1 month ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ബിഫോർ 1 month ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. എന്നാണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ പുതിയതെന്നാ? ഒക്ടോബർ 31. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒക്ടോബർ 31 ആണോ? അല്ല, ബിഫോർ 1 month. അത് മാറ്റിയിട്ടില്ല. അത് സെപ്റ്റംബർ 30 തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട PGBP റിലേറ്റഡ് അമെൻമെൻറ്റ്. മറ്റൊന്ന് 35AD. നമുക്കറിയാം, അത് സ്പെസിഫൈഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സെക്ഷനാണ്. എന്ത്? 35AD. 35ADൻ്റെ പ്രത്യേകത എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാ ബിസിനസ്സുകാർക്കും എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. എന്നാൽ 35ADയിൽ ലാൻഡിൻ്റെതല്ലാത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ ഡിഡക്റ്റ് ചെയ്യാം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ളത് 35AD ഓപ്ഷണലാക്കി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിഡക്റ്റ് ചെയ്താൽ മതി. നേരത്തെ അത് മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പോൾ അതെന്താക്കി മാറ്റി? ഓപ്ഷണലാക്കിയിട്ട് മാറ്റി. അതാണ് മറ്റൊരു അമെൻമെൻറ്റ് PGBP ആയിട്ട് ബന്ധപ്പെട്ടത്. മറ്റൊരു അമെൻമെൻറ്റ് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഒരു ഡെഫനിഷനിൽ ഒരു വേർഡിൽ ചെറിയൊരു മാറ്റം വന്നതാണ്. സെക്ഷൻ 43 സബ്സെക്ഷൻ 5 റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ എന്നുള്ളൊരു വേർഡിന് പകരം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കൊണ്ടുവന്നതാണ്. റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അമെൻമെൻറ്റ് അനുസരിച്ച് എന്ത് കൊണ്ടുവന്നു? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കൊണ്ടുവന്നു. ചിലപ്പോൾ അതൊരു 1 word കിട്ടിയാലോ? റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ ആദ്യം ഉള്ളത് ഏത് വേർഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ഒരു 1 word കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രയും അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ എന്തായി? റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്ത് കൊണ്ടുവന്നു? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം 35-ൽ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ സംഖ്യ പിന്നെ 1/5 ഡിഡക്റ്റ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ലിമിറ്റുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസിന് എന്തുണ്ട്? ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കണ്ടെത്തിയിട്ട് അതിൻ്റെ 1/5 എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പറയുന്ന പുതിയ അമെൻമെൻറ്റിൽ ചെറിയൊരു വേർഡ് എഴുതി കൊടുത്തതാ. അങ്ങനെ അത് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇയറിലാണല്ലോ 1/5 ഫസ്റ്റിൽ തുടങ്ങാം. ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് PGBP റിലേറ്റഡ് ആയിരിക്കുന്ന അമെൻമെൻറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? 44AB. അതേപോലെ 139 സബ്സെക്ഷൻ 1 ഫയലിംഗ് ഓഫ് റിട്ടേൺ. പിന്നെ സെക്ഷൻ 140 ആരാണ് റിട്ടേൺ സൈൻ ചെയ്യേണ്ടത്? ഇത്രയും ഭാഗങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 35ADയിലുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ്. അഥവാ വേണമെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ്സിന് പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്ഷണലാണെന്ന് പറഞ്ഞതാണ്. പിന്നെ 43 സബ്സെക്ഷൻ 5 ഉള്ളത് എന്താ പറഞ്ഞത്? റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ എന്നുള്ള വീഡിയോന് പകരം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കൊണ്ടുപോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് എത്രാമത്തെ വീഡിയോ? നമ്മുടെ 6th വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ളതായിരിക്കുന്ന
5 വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് നോട്ട്സ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.